കോക്രോച്ച് പാർട്ടിയുടെ പ്രതിഷേധ സമ്മേളനം നാളെ ഡൽഹിയിൽ നടക്കാനിരിക്കെ പിന്തുണ അറിയിച്ച് കൂടുതൽ പ്രമുഖ രംഗത്തെത്തുന്നു. പ്രതിപക്ഷ നിരയിലുള്ള ചില പാർട്ടികളുടെ യുവ നേതാക്കളടക്കം പ്രതിഷേധത്തിന്റെ ഭാഗമാകും എന്നാണ് സൂചന. SFIയെ പ്രതിനിധീകരിച്ച് ഡൽഹി സെക്രട്ടറി IC ഘോഷ് പങ്കെടുക്കും. നടൻ പ്രകാശ് രാജ്, സാമൂഹ്യ പ്രവർത്തകനായ സോനം വാങ്ചുക് എന്നിവർ കൂട്ടായ്മയിൽ പങ്കെടുക്കും. ഇതിനിടെ ഇന്ത്യയിലെത്തുന്ന തന്നെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ ആരും എത്തരുതെന്ന് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറഞ്ഞു. मैं देख रहा हूँ बहुत सारे लोग एयरपोर्ट के लिए आने को तैयार है और मुझे नहीं लगा था कि इतना बड़ा रिस्पांस आएगा, इतना ज्यादा रिस्पांस आएगा। तो अभी मैं आप सबसे रिक्वेस्ट करता हूँ कि प्लीज सभी लोग एयरपोर्ट ना आए, क्योंकि हम नहीं चाहते कि हमारे वजह से किसी को कोई डिफिकल्टी हो, किसी को कोई प्रॉब्लम हो। वी डोंट वांट टू क्रिएट एनी काइंड ऑफ इनकन्वीनियंस टू पीपल और टू द सिक्योरिटी फोर्सेस। तो मैं सब आप लोगों से अपील करता हूँ कि मैं एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन जाऊंगा, तो तब तक आप सभी लोग पार्लियामेंट स्ट्रीट पुलिस स्टेशन ही आइए, एयरपोर्ट पर मत आइए, बिकॉज वी डोंट वांट टू क्रिएट एनी काइंड ऑफ प्रॉब्लम टू द पीपल। तो हमें इस चीज का भी ध्यान रखना है कि हमारी वजह से किसी को दिक्कत नहीं होनी चाहिए। एयरपोर्ट पर कहीं से भी किसी को दिक्कत नहीं होनी चाहिए, इसलिए हमें वहां भीड़ करने की जरूरत नहीं है। मैं खुद एयरपोर्ट से पार्लियामेंट स्ट्रीट पुलिस स्टेशन आऊंगा और फिर आप लोग भी वहीं पर आइए और फिर हम वहां से परमिशन लेकर जंतर मंतर पर अपना प्रोटेस्ट एकदम शांतिपूर्ण और एकदम कॉन्स्टिट्यूशन के अकॉर्डिंग ही करेंगे। सो प्लीज आप सब इस चीज का जरूर ध्यान रखिए और याद रहे, वी हैव टू बी वेरी केयरफुल, वी हैव टू बी वेरी रिस्पॉन्सिबल। वी आर लॉ अबाइडिंग सिटीजन्स और हमें कहीं से भी कोई भी लॉ के अगेंस्ट जाकर कोई काम नहीं करना है। ये लोगों को बस एक ही चांस चाहिए हमारी मूवमेंट को डिसमिस करने का, डिफेम करने का, जो हमें नहीं देना है। सो अगेन आई वुड लाइक टू रिपीट, डोंट कम एट द एयरपोर्ट, कम एट द पार्लियामेंट स्ट्रीट पुलिस स्टेशन, जहां मैं खुद जाऊंगा। उसके बाद हम लोग परमिशन लेकर जंतर मंतर पर प्रोटेस्ट शुरू करेंगे हमारा एकदम शांतिपूर्ण तरीके से। सो या लुकिंग फॉरवर्ड टू मीट यू ऑल, और लेट्स नॉट क्रिएट एनी काइंड ऑफ प्रॉब्लम टू एनीबडी, बिकॉज दिस इज आवर कंट्री एंड वी हैव टू एंश्योर दैट वी एक्ट रिस्पॉन्सिबली एंड केयरफुली। TG സജിത്തുണ്ട് വിശദാംശങ്ങളുമായി. സജിത്ത്, രണ്ട് കാര്യങ്ങളാണല്ലോ. അഭിജിത്ത് എയർപോർട്ടിലേക്ക് വരുമ്പോൾ അഭിജിത്ത് പറയുന്നുണ്ട് എയർപോർട്ടിലേക്ക് ആളുകൾ വരരുത് എന്നുള്ളത് പറയുന്നുണ്ട്. പക്ഷേ അത് അത്ര എളുപ്പത്തിൽ സാധ്യമാകുന്ന കാര്യമാണോ? കാരണം സ്വാഭാവികമായിട്ടും ആളുകൾ വരാനുള്ള സാധ്യതയുണ്ട്. രണ്ട്, ഈ SFIയുടെ രീതിയിൽ IC ഘോഷ് വരുമ്പോഴേക്കും SFI അണികളും കൂടി പങ്കെടുക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? പ്രതിഷേധം ഏത് തരത്തിലേക്ക് നീങ്ങാനായിരിക്കും സാധ്യത? അതാണ് സാഹചര്യം. എന്തായാലും ഹരി, വളരെ പ്രധാനപ്പെട്ടതാണ് നാളത്തെ നീക്കം. നാളെയാണ് നമുക്കറിയാം ഇതുവരെ സമൂഹ മാധ്യമങ്ങളിൽ മാത്രമുണ്ടായിരുന്ന കോക്രോച്ച് പാർട്ടി അവരുടെ ഒരു സമരമുഖം, പരസ്യമായൊരു നീക്കം ഉണ്ടാവുന്നത് നാളെയാണ്. അപ്പോൾ ഈ സമൂഹ മാധ്യമങ്ങളിലെ പിന്തുണ പൊതുനിരത്തുകളിലേക്കുണ്ടാകുമോ? എന്താണ് അവരുടെ ഈ സമര ആഹ്വാനത്തെ ജനങ്ങൾ, ഈ പ്രത്യേകിച്ച് അവരുടെ പിന്തുണ കിട്ടുക എന്ന് പറയുന്ന ജെൻസി വിഭാഗം എത്ര കണ്ട് ഏറ്റെടുക്കുമെന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. ജന്തർ മന്ദറിൽ നാളെയാണ് ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. സമീപകാലത്തെ പരീക്ഷാ വിവാദങ്ങളാണ് അവർ മുഖ്യ വിഷയമായി ആദ്യം തന്നെ ഏറ്റെടുക്കുന്നത്. ഇതിനു പുറമെ കേന്ദ്ര സർക്കാരിൻ്റെ പല നയങ്ങളുമൊക്കെ വിമർശനത്തിന് വിധേയമായി അവരുടെ സമൂഹമാധ്യമ പേജുകളിലൂടെ വിമർശനമായി ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് സ്ഥാപകൻ അഭിജിത്ത് ദീപ്കെ പറയുന്നത് താൻ അമേരിക്കയിൽ നിന്നും വരികയാണ്. അതായത് ഈ പാർട്ടി സ്ഥാപിച്ചതിന് ശേഷം, ഇത്തരമൊരു മൂവ്മെൻറ്റ് ആരംഭിച്ചതിന് ശേഷം ഇതാദ്യമായി അദ്ദേഹം ഇന്ത്യയിലേക്ക് എത്തുകയാണ്. സ്വാഭാവികമായി വിമാനത്താവളത്തിൽ വലിയ ആൾക്കൂട്ടമൊക്കെ ഉണ്ടാവുമെങ്കിൽ അത് ഒഴിവാക്കണമെന്ന് അദ്ദേഹം മുൻകൂട്ടി പറയുന്നുണ്ട്. മറ്റൊരു കാര്യം കൂടിയുണ്ട്, താൻ ഇന്ത്യയിലേക്ക് വന്നാൽ താൻ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്ന ഭയം അഭിജിത്ത് നേരത്തെ പങ്കുവച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അത്തരമൊരു നീക്കം എന്തെങ്കിലും സുരക്ഷയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുമോ എന്നതും കൂടി പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല, ഈ വലിയ ആൾക്കൂട്ടമുണ്ടായാൽ സുരക്ഷയുടെ കാരണം എടുത്തുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹത്തെ അവിടുന്ന് മാറ്റാനുള്ള സാധ്യത പോലുമുണ്ട്. അപ്പോൾ തങ്ങളുടെ കൂട്ടായ്മയെ ഒരു തരത്തിലും ബാധിക്കരുത് എന്ന മുൻകരുതൽ കൂടിയാണ് അഭിജിത്ത് ഇത്തരമൊരു നിലപാടെടുത്തിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇനി നാളത്തെ ആ കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ, ഈ കൂട്ടായ്മയ്ക്ക് പൊതുവിൽ ഇപ്പോൾ ഈ പാർട്ടിയുടെ CJPയുടെ അംഗങ്ങളായിരിക്കുന്ന ആളുകൾക്കപ്പുറമുള്ള ഒരു പിന്തുണ ഉണ്ടാകുന്നുണ്ട്. സമൂഹത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രമുഖരുടെ ഒക്കെ പിന്തുണ ലഭിക്കുന്നുണ്ട്. പ്രകാശ് രാജ് നാളത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കും. സിനിമാ താരം കൂടിയായ പ്രകാശ് രാജ് ഇതിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. സോനം വാങ്ചുക് പങ്കെടുക്കുമെന്ന് അറിയിച്ചിരിക്കുന്നുണ്ട്. ഇതിന് പുറമെ മറ്റു പലരും പ്രധാനപ്പെട്ട മറ്റു രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായിരിക്കുന്ന പലരും ഇവർക്ക് ചില നിർദ്ദേശങ്ങളും മുന്നറിയിപ്പൊക്കെയായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ ശശി തരൂർ മുന്നോട്ട് വെച്ചിരിക്കുന്ന വാദം, ഈ മൂവ്മെൻറ്റിനെ അദ്ദേഹം പിന്തുണയ്ക്കുകയാണ്. പക്ഷേ ചില തിരുത്തലുകളൊക്കെ വേണ്ടിവരും, അതനുസരിച്ച് തയ്യാറെടുക്കണം എന്നതാണ് ശശി തരൂർ CJPക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ്. മറ്റ് പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും SFIയുടെ ഡൽഹി സെക്രട്ടറി IC ഘോഷ് അടക്കം പങ്കെടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അതിനപ്പുറം SFIയുടെ കൂടുതൽ നേതാക്കൾ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളഞ്ഞുകൂടാ. ഇതിന് പുറമെ BJP എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രതിഫലനവും ഒരുപക്ഷേ ഇതിനോടൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഒപ്പം പലർക്കും ആശങ്കയുണ്ടാക്കുന്ന കാര്യം, ഈ CJPയുടെ കീഴിൽ അണിനിരക്കുന്നത് പ്രതിപക്ഷ ഐക്യമോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ മൂവ്മെൻറ്റോ ഭാവിയിൽ ഇല്ലാതാക്കുമോ
നടക്കുമോ എന്ന ആശങ്കയൊക്കെ പൊതുവിൽ ഉണ്ടാകുന്നുണ്ട്. എന്തായാലും നാളത്തെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാണ്. വളരെ കൗതുകത്തോടെ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇത് കാണുന്നത്. കേന്ദ്ര സർക്കാരും വളരെ കരുതലെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. നാളെ ആണ് ജന്തർ മന്ദറിൽ ഈ കൂട്ടായ്മ പ്രഖ്യാപിച്ചിരിക്കുന്നത്. യെസ്, വളരെ അധികം ഉറ്റുനോക്കുകയാണ്. രാജ്യമൊട്ടാകെ തന്നെ ഉറ്റുനോക്കുന്ന ഒരു പ്രതിഷേധമാണ്. ആദ്യത്തെ പരസ്യ പ്രതികരണമാണ് CJPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഏത് തരത്തിലായിരിക്കും അവരുടെ പ്രതിഷേധം എന്നതും കൂടി ഓർക്കണം. അഭിജിത്ത് ദീപ്കയുടെ വാക്കുകൾ പ്രകാരം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറരുത് എന്നുള്ളതാണ്. എന്തായാലും ജന്തർ മന്ദിറിൽ നാളെയാണ് ആ പരസ്യ പ്രതികരണം ആദ്യമായിട്ട് CJP നടത്താനായി ഉദ്ദേശിക്കുന്നത്. പ്രമുഖ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ, പ്രകാശ് രാജ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും എന്നുള്ള, സോനം വാങ്ചുക്കും ഉണ്ടാകും എന്നതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമായിരിക്കും. ശശി തരൂർ പറഞ്ഞ പോലെ തന്നെ ചില മാറ്റങ്ങൾ ഉണ്ടാകും. പക്ഷേ ശശി തരൂരിൻ്റെ പൂർണ്ണ പിന്തുണ CJPക്കും ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ജൻസിയുടെ പ്രതിഷേധമാണ്. അത് ഏത് തരത്തിലായിരിക്കും മാറാൻ പോകുന്നത് എന്നുള്ളതും ഉറ്റുനോക്കുകയാണ് ഇന്ത്യ ഒട്ടാകെ തന്നെ. സജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.